നേമമണ്ഡലം BJP ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം. അവർ 100% ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലം. BJPയുടെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, ഞാൻ നേമത്ത് മത്സരിക്കും എന്നുള്ളത്. അത്രയും കോൺഫിഡൻ്റ് ഉള്ള മണ്ഡലം. സിറ്റിംഗ് MLAയും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള V ശിവൻകുട്ടി LDFന് വേണ്ടി വീണ്ടും മത്സരിക്കാനെത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ളൊരു മണ്ഡലമാണിത്. വേറൊരു മണ്ഡലമില്ല. കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ള 23 കോർപ്പറേഷൻ വാർഡുകൾ മാത്രമുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ 23-ൽ 17 വാർഡുകളും ആർക്ക് കിട്ടിയിട്ടുണ്ട്? BJP കിട്ടിയിട്ടുണ്ട്. അതാണ് BJP ഇത്ര വലിയ പ്രതീക്ഷ ഷുവർ സീറ്റായിട്ട് ഇതിനെ കണക്കാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് വലിയ സാധ്യതയാണുള്ളത്. 23-ൽ 17 സീറ്റ് നേടിയ നേമത്ത് വിജയിച്ച് കയറാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നത്. പക്ഷെ ചില ഘടകങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ UP നിന്ന് ഒരു അഘോരി സ്വാമിയൊക്കെ വന്നിരുന്നു. ഇതുപോലെ ഒരു 4-5 അഘോരി സ്വാമികൾ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ K ശബരിനാഥൻ 2021-ൽ K മുരളീധരൻ പിടിച്ചതുപോലെ 30,000-ത്തിലധികം വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വെല്ലുവിളിയാകും. പക്ഷേ മറ്റ് മണ്ഡലങ്ങൾ BJP വെച്ച് പുലർത്തുന്നത് പോലെ പാലക്കാട് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പാലക്കാടും മഞ്ചേശ്വരത്തൊക്കെ ഉള്ളതുപോലെ ക്രോസ് വോട്ടിംഗ് ഇവിടെ സാധ്യമല്ല എന്നുള്ളതാണ്. നേമത്ത് ക്രോസ് വോട്ടിംഗ് സാധ്യമല്ല. പക്ഷേ ശബരിനാഥ് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് വെല്ലുവിളിയാവും. എന്നാൽ അത്തരം വോട്ടുകൾ ശബരിനാഥിന് പോയാൽ തന്നെയും അതിനെ മറികടക്കാവുന്ന വോട്ടുകൾ BJP കേന്ദ്രീകൃത വാർഡുകളിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുമെന്നാണ് BJP വിചാരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നേമം മണ്ഡലത്തിൽ BJP വീണ്ടും താമര വിരിയിക്കും. BJP അവിടെ ജയിക്കും. നേമത്തെ ജനങ്ങൾ ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.